ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ആൻസർ ജൂൺ 19. നമ്പർ 2, ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ആൻസർ PN പണിക്കർ. നമ്പർ 3, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. നമ്പർ 4, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആൻസർ PN പണിക്കർ. നമ്പർ 5, PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ആൻസർ പുതുവായിൽ നാരായണ പണിക്കർ. നമ്പർ 6, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആൻസർ നീലംപേരൂർ, ആലപ്പുഴയിലെ നീലംപേരൂരിലാണ്. നമ്പർ 7, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ആൻസർ 2004 ജൂൺ 19. നമ്പർ 8, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ആൻസർ ജൂൺ 25 വരെ. നമ്പർ 9, കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ആൻസർ PN പണിക്കർ. നമ്പർ 10, കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ആൻസർ മലയാളം. നമ്പർ 11, കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ എഴുത്തച്ഛൻ. നമ്പർ 12, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ആൻസർ ഗ്രന്ഥലോകം. നമ്പർ 13, മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ആൻസർ ഉണ്ണിനീലി സന്ദേശം. നമ്പർ 14, ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ആൻസർ ONV കുറുപ്പ്. നമ്പർ 15, യുദ്ധവും സമാധാനവും എന്ന വ്യാഖ്യാത കൃതിയുടെ രചയിതാവ്? ആൻസർ ലിയോ ടോൾസ്റ്റോയ്.